തിരുമാറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന കാര്യം അറിഞ്ഞിട്ടും നവീനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കുകയാണ് അനിയടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ കല്യാണമൊക്കെ വീട്ടിലുകാരടുത്ത് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൾക്കാണെങ്കിൽ ഇഷ്ടം എങ്ങനെ എടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ മാത്രമേ എനിക്ക് വീട്ടുകാരടുത്ത് ആലോചിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അനി ഇത് കേട്ടിട്ട് പറയുക, എന്തായാലും തീരുമാനിച്ചതല്ലേ, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, നിൻ്റെ ഇഷ്ടത്തിന് ഞാനും കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീന് ചിന്തിക്കുകയാണ്, എന്നാൽ മനസ്സിൽ നന്ദുവിനെ കൊണ്ട് നടന്നിട്ട് എൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ അവന് പറയാൻ കഴിയുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ ഈ ചിന്ത ഞാൻ യഥാർത്ഥമായിട്ട് ആക്കി കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ തന്നെ നന്ദുവിന് കല്യാണം കഴിക്കും, അത് എനിക്ക് നല്ല ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെയാണ് അനി നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നെ നവീൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ്റെ വീട്ടിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോവാ നിൻ്റെ കാര്യം. എന്തായാലും അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് കേട്ടപ്പോൾ പിന്നെ അന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ വിചാരിച്ചു അതവൻ വെറുതെ പറഞ്ഞതെന്ന്. പക്ഷേ ഇത് സീരിയസ് ആയിട്ടാണ്, എനിക്ക് ഒന്നിനും ഒരു ഇതിൽ തോന്നുന്നില്ല, ഉഷാർ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിന് കാര്യം? ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഇത്രയും നേരം. എൻ്റെ അടുത്ത് നവീൻ പറഞ്ഞ കാര്യം മുതൽ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, പക്ഷേ നീ അത് വിശ്വസിച്ചോ? ആദ്യമേ ഇത് തീരുമാനിക്കേണ്ടതായിരുന്നു നിൻ്റെ വീട്ടിൽ പറഞ്ഞ് എന്ന് നന്ദു പറയുന്നുണ്ട് അനിയുടെ അടുത്ത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും ഞാനിത് വീട്ടിലേക്ക് പറയാൻ പോവാം എന്ന് അനി പറയുന്നുണ്ട്. അങ്ങനെ അനി വീട്ടിലേക്ക് ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മയടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒരാൾ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഒന്നും മിണ്ടാതിരുന്നത്. അവന്തിയായിട്ടുള്ള കല്യാണാലോചന പോലും വേണ്ടെന്ന് വെച്ചത് എൻ്റെ ആ ഇഷ്ടം കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരാ കുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നന്ദുവാ നമ്മുടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പതുങ്ങിയ പറച്ചിലൂടെ ഇപ്പം മനസ്സിലായി, എന്തായാലും ഇത്രയും നാളുകൊണ്ട് നമ്മളെ വേണ്ടെന്ന് പറയുകയും അതുപോലെ തന്നെയാണ് അവനാണെങ്കിൽ എന്തോ ഒരു വിഷമത്തിൽ നടന്ന കാര്യം, ഈ കാര്യമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാത്തത്. ആ സമയത്തും അമ്മ പറയുന്നുണ്ട് അനിയുടെ അടുത്ത്, എനിക്ക് ആദ്യമേ അറിയായിരുന്നു, നീയാണെങ്കിൽ നന്ദുവിനെയും കൂട്ടി പൊന്മുടിയിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു പോക്ക് ശരിയല്ലല്ലോ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, അതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാമേ, കുറേ നാളായി. ഇനിയിപ്പോൾ എനിക്ക് വേറെ കല്യാണം ഒന്നും ആലോചിക്കേണ്ട, മുത്തശ്ശൻ്റെ അടുത്ത് ഇത് പറയണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നീയല്ലേ അന്ന് നന്ദുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യമൊന്നും പറയാതെയും അതുപോലെ നന്ദുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇത് താല്പര്യമില്ലാത്ത കാര്യം അറിഞ്ഞതുകൊണ്ട് ഇനി നീ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വാക്ക് കൊടുത്തതാണ് അവൾ അച്ഛനും അമ്മയ്ക്കും. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് ഒന്നും പറയാൻ കഴിയില്ല, തീരുമാനിക്കേണ്ടത് നന്ദുവാ വന്ന് പറയേണ്ടതും മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കേണ്ടതും. അല്ലാതെ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുത്തശ്ശൻ്റെ കാര്യം അറിയാമല്ലോ, ഒന്ന് തീരുമാനിച്ചാൽ അത് തന്നെ നടത്തുന്ന കാര്യമാണ്. അത് തന്നെയാണ് അവന്തിയുമായിട്ടുള്ള നിൻ്റെ കല്യാണം നടത്താനും മുത്തശ്ശി തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ പൊന്മുടിയിൽ പോയെന്നറിഞ്ഞല്ലോ നന്ദുവായിട്ട്, പക്ഷേ നവീനും ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ലാന്ന് എനിക്കറിയാം, നീയും നന്ദുവുമായിട്ടാണ് പോയത്. നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്? നീ അവൾ തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറയണമെന്ന് നേരത്തെ വിചാരിച്ചതാണ്, പക്ഷേ ഇനി പറയാതിരുന്നാൽ പറ്റില്ല, എല്ലാവരും കൈവിട്ട് പോവും. അതുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ ഇഷ്ടത്തിനായിട്ട് കുറേ നാളായി. അവന്തികയായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചതും ഈ കാരണം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഞെട്ടലോടെ നിൽക്കുകയാണ് ആദർശ്. അങ്ങനെ ആദർശ് പറയുക, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അവളെ വീട്ടുകാരുടെ കൂടെ നമ്മൾ നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. നയന ഇത് അറിഞ്ഞാലുള്ള കുഴപ്പവും നിനക്കറിയാമല്ലോ. ആദ്യമേ നിനക്ക് നയനയുടെ അടുത്തേക്ക് തിരിച്ച് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടത് അനി പറയുക, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയാണ് ചേട്ടത്തി എടുക്കുകയെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറയാത്തത്. എന്തായാലും ഈ കുടുംബത്തിലെ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി മൂന്നാമതൊരാൾ അതിനെ സമ്മതിച്ച് തരുമെന്ന് അറിയില്ല മുത്തശ്ശൻ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ആദ്യം നയന ചേട്ടത്തിൻ്റെ അടുത്ത് ഇത് പറഞ്ഞെന്ന് മനസ്സിലാക്കണം എന്ന് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക നീൻ്റെ അടുത്ത് ആദർശ് പറയുന്നുണ്ട്, എനിക്കിതിൽ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക്
നന്ദുവിൻ്റെ വീട്ടുകാരോട് നിൽക്കാനേ പറ്റുള്ളൂ. അവളുടെ വീട്ടുകാരുടെ അച്ഛനും അമ്മയുടെ തീരുമാനമാണ് ആരെ കല്യാണം കഴിക്കണമെന്ന്. നല്ലൊരു പയ്യനാണ് നവീനും, അതുകൊണ്ട് വിട്ടുകളയാൻ അവർക്കും താല്പര്യമില്ല. എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ നിൻ്റെ ഈ വാക്ക് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഞാനും ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അങ്ങനെ ആദർശ് തന്നെയാണ് പറയുന്നുണ്ട് നയനയുടെ ഇതുപോലെ ആണ് കാര്യമൊക്കെ. പക്ഷേ ഇത് കേട്ടതും ഉടനെ തന്നെ നയന പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുക, എൻ്റെ അടുത്ത് അവക്കെങ്കിൽ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പോൾ അവനും ഒളിച്ചു വെച്ചു, ഈ അനിയും ഒളിച്ചു വെച്ചു. എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതുപോലെ ഒന്നും ആവില്ലായിരുന്നു. ഞാൻ വീട്ടിൽ അച്ഛനടുത്ത് അമ്മയടുത്ത് പറഞ്ഞ് സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ വല്ലാതെ വൈകിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. വൈകിയെങ്കിലും സാരമില്ല, അവസാന നിമിഷമെങ്കിലും എന്നെ കൈവെടിയരുത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കാല് പിടിക്കുകയും ചെയ്തത് താനി, അത് നിൻ്റെ അടുത്ത് പറയണമെന്നും പറഞ്ഞു. ആദർശിൻ്റെ ഈ പറച്ചിൽ കേട്ട ഉടനെ നയന പറഞ്ഞു, എനിക്ക് അവനൊന്ന് കാണണം, സംസാരിക്കണം. അങ്ങനെ അടുത്തേക്ക് പോകുന്നുണ്ട് അനിയുടെ. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ? അറിഞ്ഞതും കേട്ടതുമല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്, പക്ഷേ എനിക്കാണെങ്കിൽ എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു ചേട്ടത്തിൻ്റെ അടുത്ത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ നന്ദുവിനേക്കും എൻ്റെ അടുത്ത് പറയാമായിരുന്നല്ലോ. അവളും നീയും കൂടെ മറച്ചു വെച്ചു. ഇത് ഇത്രയും പ്രശ്നം ഗുരുതരാക്കിയത് നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇനിയാണെങ്കിൽ അവന്തിയ എങ്ങനെ ഇതിൽ പ്രതികരിക്കും നിനക്ക് മനസ്സിലായോ? മുത്തശ്ശനാണെങ്കിൽ നിങ്ങൾ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുക. അതിനിടയ്ക്ക് ഈ കാര്യം കൂടെ കേട്ട് കഴിഞ്ഞാൽ എന്താ ഇനി ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് നയന പറയുന്നുണ്ട് അനിയുടെ അടുത്ത്. ഇത് കേട്ടതും അനി പറയുക, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. അത് സമ്മതിച്ച് തരണം, വീട്ടുകാരടുത്ത് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ വീട്ടിലാണെങ്കിൽ പോട്ടെ, അവിടുത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. അങ്ങനെ ഈ കാര്യം വിളിച്ച് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാനിത് വീട്ടിലെല്ലായിടത്തും പറഞ്ഞപ്പോഴത്തേക്കും അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് ശരിയാ, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നിനക്ക് ആദ്യമേ ഇതൊക്കെ പറയാമായിരുന്നില്ലേ? ഇപ്പോൾ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ആർക്കാ ലാഭമെന്ന് നിനക്ക് എന്നെ പറ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആനി പറയുക, നീ ആണെങ്കിൽ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നവീൻ്റെ കാര്യത്തിൽ ഇനി നീ ആ തീരുമാനം എടുക്കണം, നിനക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിതിൽ ഒന്നും പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നവീൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്തോ ഒരു തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം എന്നൊക്കെ. പക്ഷേ കണ്ടുപിടിച്ചത് എന്നെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുക. ഇതിനിടയിൽ ഞാൻ എന്താ ചെയ്യുക, ഒന്നും എനിക്ക് പറയാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അനി പറയുക, ഞാൻ ഇനി ഫോൺ വയ്ക്കുക, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന വീട്ടിലേക്ക് വരികയാണ്. അമ്മയുടെ അച്ഛനും കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്താ നവീൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണെങ്കിൽ നമ്മളെല്ലാം തീരുമാനിച്ച് കഴിഞ്ഞതാ. ഇനി നവീൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ബന്ധുക്കളെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാം മുന്നോട്ട്. നമുക്കും അങ്ങോട്ട് പോകാമല്ലോ. എത്രയും പെട്ടെന്ന് വൈകിപ്പിക്കരുത്. ആദർശിൻ്റെ നീ പറഞ്ഞ് ഇതുകൂടെ പെട്ടെന്ന് റെഡിയാക്കാൻ നോക്കണം. എന്നാലേ എനിക്കൊരു സങ്കടം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറുകയുള്ളൂ. നിനക്കറിയാമല്ലോ നിങ്ങൾ രണ്ടുപേരുടെ കാര്യം എങ്ങനെയൊക്കെ നടന്നതെന്ന് എനിക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് ഇനി അവളെയും ഒരു സുരക്ഷിതമായ കയ്യിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളാരും ഒരു തടസ്സവും നിൽക്കാതെ തന്നെ ഇത് നടത്തി തരണം എന്ന് പറയുന്നുണ്ട് നന്ദുവിൻ്റെ അമ്മ. ഇത് കേട്ട ഉടനെ നന്ദു ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ സംസാരിക്കുന്നത്? എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോവാ. നീ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എനിക്കൊരു കേസുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാനെല്ലാം അറിഞ്ഞു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും കേൾക്കാത്ത രീതിയിൽ നന്ദു പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അമ്മ ചോദിക്കുക, എന്താ നിന്നെ കണ്ടിട്ട് അങ്ങനെയല്ലായിരുന്നല്ലോ, ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരിക്കുമല്ലോ, ഇന്നെന്താ അവൾ മിണ്ടാതെ പോകുന്നത്? എന്തോ ജോലി തിരക്കൊക്കെ ആയിരിക്കും എന്ന് തന്നെ അതിനെ പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത്. എന്തായാലും ഒരു കാര്യം നീ ഉറപ്പിക്കണം, ഇനിയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പയ്യനെ നമുക്ക് കിട്ടില്ല. നവീനാണെങ്കിൽ എന്നോടൊന്ന് സംസാരിച്ചായിരുന്നു, അവളെ ഇഷ്ടമെന്ന് പറഞ്ഞ കാര്യമൊക്കെ. പക്ഷേ ഇനി അവരുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരേണ്ട ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർ കല്യാണം നടത്തണം. എനിക്ക് അതാ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കത് ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യമല്ലേ, അതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വീട്ടുകാരുടെ അടുത്ത് നയന ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഇനി പറയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒന്നും പറയാതെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നയന,
ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവർക്കാണെങ്കിൽ ആ കല്യാണത്തോട് നല്ല താല്പര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് സന്തോഷമായിട്ടിരിക്കുന്നിടത്ത് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. അനിയുടെ കല്യാണമെങ്കിൽ രണ്ടാമത്തതല്ലേ, അതുകൊണ്ട് തന്നെയാണ് അവർ സമ്മതിക്കുമെന്നും എനിക്കറിയില്ല. നല്ല പയ്യനാ എന്നൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ നല്ല പയ്യനാ ഇപ്പം വന്നിരിക്കുന്നതെന്നാ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വാദം. അതുകൊണ്ട് എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കിപ്പോൾ അനിയുടെ അടുത്ത് ദേഷ്യമാണ് തോന്നുന്നത് എന്ന് നൈന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത്രയും നാൾ ഒരു വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പോലും ഒരു വാക്ക് പറയാതെ ആരെങ്കിലും പറഞ്ഞറിയേണ്ട ഒരു അവസ്ഥയിലൂടെ എത്തിച്ചില്ലേ ഇതൊക്കെ? എൻ്റെ അടുത്ത് പറഞ്ഞൂടെ അവൾക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും നീ ഒന്നും മിണ്ടാതിരിക്കുക, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷേ ഇത് മുത്തശ്ശനെ അറിഞ്ഞുള്ള കാര്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ. എനിക്കത് നല്ല അറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും കാരണം മുത്തശ്ശനാ. പക്ഷേ ഇനിയൊരു പിണക്കത്തിലേക്ക് ഇനി നയിക്കാൻ ഈ ഒരു കാര്യം കാരണമാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നൈന. ആദർശ് ആ സമയത്ത് പറയുക, നീ വിഷമിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. എന്തായാലും നവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും നമുക്ക്. ഇത് നടത്താൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് നിൽക്കുകയാണെങ്കിലും നവീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നവീനാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് തന്നെ നടത്തണം, ഏത് വിധേനയും. ഇനി ആരെ എന്താ അലങ്കോലപ്പെടുത്തിയിട്ടില്ലെന്നാലും ശരി തന്നെയാണ്. നന്ദുവിനെയും അനിയും തമ്മിൽ എങ്ങനെയും അകറ്റണം, എന്നിട്ട് എനിക്ക് തന്നെയാണ് അവളെ കല്യാണം കഴിക്കണം എന്നൊരു തീരുമാനം ഞാൻ എടുത്തിരിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ഉറച്ചിരിക്കുക എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് നവീന്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, അവനാണെങ്കിൽ എന്തോ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനി. പക്ഷേ അത് എവളായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുട്ടിയാണ്, അവൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് നവീന് പറയുന്നുണ്ടായിരുന്നു നവീൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. എന്തായാലും ഇത് ഏത് വഴിക്ക് പോകുമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. നീയാണെങ്കിൽ ഒന്നും ഒരു കുലുമാലിലും ചെന്ന് വിടാതെ നോക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഈ കാര്യത്തിൽ ഞാൻ ആർക്കും ഒരു വിട്ടുവീഴ്ച കൊടുക്കില്ല, ഞാൻ തന്നെയാണ് നന്ദുവിനെ കല്യാണം കഴിക്കുക എന്ന് നവീന് തറപ്പിച്ച് നന്ദു അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് ഈ കല്യാണം ഇഷ്ടമില്ല, ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കല്യാണത്തോട് തയ്യാറെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല നിൻ്റെ അടുത്ത്, നീ എന്തിനാ പിന്നെ നവീൻ്റെ അടുത്ത് പൊന്മുടിയിൽ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ലല്ലോ, ഫ്രണ്ട്സ് കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് നന്ദു. നീ കള്ളമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, നീയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ കള്ളം പറയുന്ന ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ നീ പൊന്മുടിയിൽ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കേട്ടപ്പം ഉടനെ തന്നെ പറയുക നന്ദു, ഞാനാണെങ്കിൽ പോയ കാര്യം ശരി തന്നെയാണ്, പക്ഷേ ഫ്രണ്ട്സുമായിട്ട് പോയതിനെ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ഇനി ഒന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടെടുത്തും അമ്മ പറയുക, എന്തായാലും ഞാനാണെങ്കിൽ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ ഇനിയാണെങ്കിൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാനും നിൻ്റെ അച്ഛനെ തീരുമാനിച്ചിട്ടുണ്ട് നവീൻ്റെ കാര്യം തന്നെ കല്യാണം നടക്കുമെന്നുള്ളത്. അതുകൊണ്ട് നീ ഇനി കൂടുതലൊന്നും ഞങ്ങളടുത്ത് സംസാരിക്കേണ്ട, നീ നിൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ഇഷ്ടം നീ മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു വിചാരിക്കുന്നുണ്ട്, എനിക്ക് നവീനല്ല എനിക്ക് അനിയാണ് ഇഷ്ടം എന്നുള്ളത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നവീൻ വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നോ ഈ വീട്ടുകാർ എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു അനിയുടെ അടുത്ത് അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത്, എൻ്റെ അമ്മ പറഞ്ഞത് നവീനുമായിട്ടാണ് പോയിരിക്കുന്നതെന്ന്. പക്ഷേ നവീന് ആ സമയത്ത് അവിടെ വന്നില്ല, ഞങ്ങളെ കാണാൻ ഇടയായത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലെന്നാണ് അമ്മയും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇതിൽ ഒന്നും പറയാനില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടോറിന് അനി പറയുക, എന്തായാലും തീരുമാനം തന്നെ നടക്കട്ടെ, നമുക്കാണെങ്കിൽ ഇതിൽ ഒന്നും പറയാനില്ല, ഇനിയിപ്പം എന്ത് ചെയ്യാനാ, ഓരോ ഇഷ്ടമുള്ളത് അവരൊരു തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അനി പറയുക, ഞാനാണെങ്കിൽ അന്നേ വിചാരിച്ചതാ അവൻ്റെ അടുത്ത് നിനക്ക് ഇഷ്ടമുണ്ടെന്ന്, അതുകൊണ്ട് മാത്രമല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ അനി നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളെ തോന്നല, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു വഴിക്ക് അമ്മ കല്യാണാലോചന കൊണ്ടുവന്നത് അത് നടത്താൻ വേണ്ടി നയിക്കുന്നു, ഒരു വഴിക്ക് നീ ആണെങ്കിൽ അത് പറയുന്നു, ഒരു വഴിക്ക് നവീനാണെങ്കിൽ എൻ്റെ ബേക്കിൽ നിന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഞാൻ ഏതാ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനിയുടെ അടുത്ത്. ഇത് കേട്ട ഉടനെ അനി പറയുക, എനിക്ക് നവീനടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് ആയിപ്പോയില്ലേ, അവനാണെങ്കിൽ ഇത് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഞാൻ ഇനി അവൻ്റെ അടുത്ത് ഇത് എങ്ങനെയാണ് പറയേണ്ടത്, അതുകൊണ്ട് ഞാനും നിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുക.